ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ RRB ഗ്രൂപ്പ് ഡി എക്സാമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സിലബസ്, അതുപോലെ തന്നെ ആ ഒരു എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കമൻറ്റ് ബോക്സിൽ കാണാവുന്ന ഒരു കമൻറ്റാണ് അടുത്ത RRB ഗ്രൂപ്പ് ഡി എക്സാം എന്നാണ് വിളിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ എക്സാമിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ഏറ്റവും ഒടുവിലത്തെ RRB ഗ്രൂപ്പ് ഡി എക്സാം നടന്നത് 2022 2019 നോട്ടിഫിക്കേഷൻ വിളിച്ചതെങ്കിലും നമ്മുടെ കൊറോണ വൈറസ് മൂലം 22 ആക്ച്വലി എക്സാം നടന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 തൊട്ടിട്ട് 36 വരെയാണ്. അപ്പോൾ 18 ആവാത്തവരും അതുപോലെ തന്നെ ഇത്തവണ പല ആൾക്കാരും പല കാര്യങ്ങൾ കൊണ്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്ത ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ടെൻഷൻ ആയിരിക്കും, ഈ 10ാം ക്ലാസ് യോഗ്യത വേണ്ട ഈ RRB ഗ്രൂപ്പ് ഡി എക്സാം ഇനി എന്നാണ് വിളിക്കുക എന്നുള്ളത് ഒരു ഡൗട്ട് പലർക്കും ഉണ്ടാവും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ റെയിൽവേ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചൊരു റിപ്പോർട്ട് പ്രകാരം ഇനി എല്ലാ പോസ്റ്റുകളും, അതായത് ഇനി ഒട്ടുമിക്ക RRB എക്സാമിന്റെ RRBക്ക് കീഴിൽ വരുന്ന പല പോസ്റ്റുകളും എല്ലാ വർഷവും വിളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ALP നോട്ടിഫിക്കേഷൻ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷവും വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ വർഷവും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അതും ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വിളിച്ചിരുന്നു, ഇനി ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റെയിൽവേ ബോർഡിന്റെ ഭാഗത്ത് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം ഇനി എല്ലാ വർഷങ്ങളിലും ഇതുപോലെ RRBയുടെ പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്കുള്ള നിയമനം ലഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട്, അതായത് ഏജ് കാരണം കൊണ്ട്, അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ പല കാരണങ്ങളും ഉണ്ടാവുമല്ലോ, പലർക്കും പല കാരണങ്ങളും, അല്ലെങ്കിൽ എന്താണ് അവർ അപ്ലൈ ചെയ്യാൻ മറന്നുപോയ ആൾക്കാരാണ്, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇനി എന്താണ് അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് പലർക്കും കേന്ദ്ര സർവീസിൽ വർക്ക് ചെയ്യാൻ വളരെ ആഗ്രഹം ഉണ്ടാവും അല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പേയ്മെൻറ്റ് സിസ്റ്റം, ഇപ്പോൾ പെൻഷനൊക്കെ പുതിയ പെൻഷൻ സിസ്റ്റം കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലേക്കാൾ കൂടുതൽ അത്തരം സേവനങ്ങൾ ലഭിക്കുന്ന സർവീസാണ് കേന്ദ്ര സർവീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ആഗ്രഹിച്ചുകൊണ്ട് കേന്ദ്ര സർവീസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരാം. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു സൂചന, നല്ലൊരു വാർത്തയാണ് റെയിൽവേ ബോർഡിന്റെ ഭാഗത്ത് ലഭിച്ചിട്ടുള്ളത്. എല്ലാ RRBയുടെ പ്രധാന തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനി എല്ലാ വർഷവും പുറപ്പെടുവിപ്പിക്കും എന്നാണ് റെയിൽവേ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ഇനി ഇത്തവണ എക്സാം എഴുതാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടെൻഷൻ വേണ്ട. ഉടൻ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇയറിലൊക്കെ നമുക്ക് ഈ ഒരു എക്സാം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷങ്ങളിലും നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത ആൾക്കാർ തീർച്ചയായിട്ടും ഇനി അവസരം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങളുടെ ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയിട്ട് തന്നെ നിങ്ങൾ കാണുക. ഓക്കെ, ഈ ഒരു എക്സാം തന്നെയാണ് എൻ്റെ ഏറ്റവും നല്ല അവസരം എന്ന് കണക്കാക്കിക്കൊണ്ട് ഈ ഒരു എക്സാമിലേക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ എക്സാമായി ബന്ധപ്പെട്ട് അതിൻ്റെ സിലബസും അതുപോലെ നിങ്ങൾക്ക് പല ടോപ്പിക്സും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ എക്സാമുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാമുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ വന്നത് തൊട്ട് തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നുണ്ട്. സോ സമയം ഒട്ടും വൈകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങുവാണെങ്കിൽ, ഇന്ന് തൊട്ട് തന്നെ തുടങ്ങുവാണെങ്കിൽ, ആരെങ്കിലും ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്കമിങ് ബാച്ചസ് അവൈലബിൾ ആണ് നമ്മുടെ. സോ ആരെങ്കിലും ഇനി പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ കൂടെ പഠിച്ചു തുടങ്ങുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ RRB എക്സാമുമായി ബന്ധപ്പെട്ട് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റാസും ലഭിക്കുന്ന ഒരു ചാനലാണ്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.